24 ന്യൂസിലേക്ക് സ്വാഗതം. ബാബു എന്ന പ്രശസ്ത സിനിമാ നടൻ ഇതാ ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല കാറായ ബുഗാട്ടി വാങ്ങിച്ചിരിക്കുന്നു. ഈ ബുഗാട്ടി ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അറിയാൻ പറ്റിയ വാർത്ത. അദ്ദേഹത്തിൻ്റെ വീട് ഇത്രയുമുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്വിമ്മിംഗ് പൂൾ, 2 നില വീടാണുള്ളത്. അദ്ദേഹത്തിനടുത്ത് ചോദിക്കാം, സാർ ആരാണ് നിങ്ങൾക്ക് ഈ ബുഗാട്ടി പരിചയപ്പെടുത്തി തന്നത്? അത് പിന്നെ ഞാൻ ചൈനയിൽ പോയപ്പോൾ അവിടെ വെച്ച് അവിടെ നിന്ന് ഒരാൾ എനിക്ക് വിട്ടതാണ്. ഓ നോക്കൂ, ഈ ബുഗാട്ടി എത്ര ഭംഗിയുള്ള ബുഗാട്ടി. ഇതിൻ്റെ മോഡൽ ഷിറോൺ എന്നാണ് പറയപ്പെടുന്നത്. ബുഗാട്ടി ഷിറോൺ. ഇത് ലോകത്തിലാകെ ഒരെണ്ണമേ ഉള്ളൂ. അദ്ദേഹം ഇത് വാങ്ങിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. സാർ, നിങ്ങൾ ഇത് വാങ്ങിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കപ്പെടുന്നുണ്ടോ? അതെ, ഈ ലോകത്തിൽ ഇത് ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഗൈസ്, അയാൾ ആ ബുഗാട്ടി ഷിറോണൊക്കെ വാങ്ങിച്ചേക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് ആ ബുഗാട്ടി ഷിറോൺ കിട്ടുന്നില്ല. എന്നാലും നമുക്ക് അയാളുടെ നിന്ന് ആ ബുഗാട്ടി ഷിറോണൊന്ന് തട്ടിയെടുത്താലോ? എനിക്കൊരു പ്ലാനുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഗൈസ്, നമ്മൾ ഇപ്പോൾ പോവില്ല, നമ്മൊരു രാത്രിയായിട്ട് വേഷമൊക്കെ മാറിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, എനിക്ക് വർക്കിംഗ് ഹോം ആയതുകൊണ്ട് ആ കമ്പ്യൂട്ടറിലിരുന്ന് വർക്ക് ചെയ്യുന്നതായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ രാത്രിയാണ് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രസ്സ് മാറ്റണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൊരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ട്രൗസറും പിന്നെ ഒരു ഗോൾഡൻ കളർ ബാഗും തൊപ്പിയും കണ്ണടയും മാസ്കൊക്കെ വെച്ചിട്ടാണ് പോകണത്. അതുകൊണ്ട് നമ്മളെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഡിഫൻഡർ എടുത്തിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ ഡിഫൻഡർ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് കട്ടതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെയും വരെ എത്തുന്ന സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിച്ചോ, ലൈക്ക് ബട്ടണും തീർത്തേക്ക്. ഓക്കെ ഗൈസ്, നട്ടപ്പാതിരായിട്ടും ആരും ഉറങ്ങിയിട്ടില്ല. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും മറ്റേ ക്ലോക്ക് ടവറിലായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും അയാളുടെ നിന്ന് കാർ എടുക്കാൻ. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇവിടെ വേറെ സ്ഥലത്തായിട്ടാണ് പാർക്ക് ചെയ്തേക്കണ വണ്ടി. കാരണം ഇപ്പോൾ ആരെങ്കിലും അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേസാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയാണ് പോകുന്നത്. ഗൈസ്, ഞാൻ വീടിൻ്റെ അടുത്തെത്തിയേണ്ടതേ അവിടെ ഒരു ചേച്ചിയാനുണ്ട്. ഞാൻ വേറെ വീട്ടിലോട്ട് പോകാൻ നിൽക്കണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അവിടെ ബുഗാട്ടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെയാണ്. ഒന്ന് പോയി നോക്കാം. ഗൈസ്, അപ്പുറത്തെന്താ റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ റോൾസ് റോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി അടുത്തത് റോൾസ് റോയ്സ് കക്കാൻ പോകാം ഗൈസ്. അതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാൻ. ഓക്കെ, പിന്നെ ചിലപ്പോൾ അയാൾ ഇവിടെ നിന്ന് മാറ്റി റോൾസ് റോയ്സ്. അത് നമുക്ക് വലിയ സീനൊന്നുമില്ല, നമ്മൾ തപ്പി പിടിക്കും. ഓക്കെ ഗൈസ്, വണ്ടി ലോക്കാണ്. നമുക്കിപ്പോൾ താക്കോൽ കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ താക്കോൽ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല, മുകളിലായിരിക്കും ഗൈസ്. മുകളിലോട്ട് പോവാം നമുക്ക്. ഗൈസ്, ഇയാളുടെ സ്റ്റെപ്പിന് പിടിയൊന്നുമില്ല. ചിലപ്പോൾ വീഴും ഞാൻ. എനിക്കധികം ബാലൻസ് കിട്ടില്ല, പെട്ടെന്ന് തല കറങ്ങും ഗൈസ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്റ്റെപ്പിൽ കണ്ടോ, ഇതിനടിയില്ല. അയ്യോ, പറഞ്ഞത് സത്യമായി. ഗൈസ്, വീണു. എനിക്ക് പേടിയാണ്. എന്താ പറഞ്ഞാലും പോയേ പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം കയറിയിട്ട് വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇതെന്താണിത്? എനിക്ക് പേടിയാണ് ഗൈസ്. ഇനി വീഴാണ്ടിരിക്കാൻ നമുക്ക് മതിലിനോട് ചേർന്ന് എടുക്കാം. കയറി. ഇവിടെ എത്തി ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഇവിടെ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇയാൾ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ ഉണ്ട് ഗൈസ്. ബെഡ്റൂമാണ് ഗൈസ് അയാളുടെ. ഇയാളും വർക്ക് അറ്റ് ഹോമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇയാൾ സിനിമ നടന്നില്ലേ? സോറി ഗൈസ്. താക്കോൽ ഇവിടെ ഇല്ല ഗൈസ്. ഇനി അവിടെ വല്ലതും. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് കിട്ടിയിട്ട് നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം.
ഇനി അയാൾ ചിലപ്പോൾ ഇപ്പോൾ വരും. ഇവിടെയൊക്കെ ലേറ്റ് കത്തി കിടക്കണേ. എനിക്ക് പേടിയാണ്. വേഗം എന്ത് ലുക്കാണല്ലേ ഗൈസ്. രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തിളങ്ങി നിൽക്കണ ബുഗാട്ടി. വാവ് ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കാണാൻ എന്ത് രസമാണ്. ഓഹ് ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ മറിച്ച് വെക്കാൻ പോകണേണ് ഗൈസ്. ഇതിന് ഒരു $300 million ആയിരിക്കും എന്നാണ് എനിക്കറിയാൻ കിട്ടിയത്. നമുക്ക് നോക്കാം, ചിലപ്പോൾ വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇതിന് അത്യാവശ്യം സ്പീഡുണ്ട്, പക്ഷേ നമ്മൾ അധികം സ്പീഡിൽ ഓട്ടിക്കണില്ല എന്നുള്ളു ഗൈസ്. എവിടെയെങ്കിലും തല്ലി അടിച്ച് വീണ് കഴിഞ്ഞാൽ എത്ര കാശിൻ്റെ മുതലാണ്. ഇനി എങ്ങാനും നമ്മൾ വിൽക്കണമെങ്കിൽ തന്നെ നമുക്കൊരു 250 270 ഒക്കെ കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. നോക്കാം. ഓഹ്, ഇതെന്തൊരു റോഡാണിത്, റൗണ്ട് റോഡാണ്. ഓക്കെ ഗൈസ്, നമ്മൾ വേഗം വീട്ടിലോട്ട് എത്തട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ബാക്കിലാണ് ഈ വണ്ടി പാർക്ക് ചെയ്യണം. എങ്ങാനും ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ആണെന്ന് ഇതാക്കും. കാരണം ഇത് ലോകത്തിൽ ഒരെണ്ണം ഉള്ളല്ലോ, നമുക്ക് ചിലപ്പോൾ ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയൊന്ന് ഉറങ്ങണം. ഇത്ര നേരം പണിയെടുത്തല്ലേ ഗൈസ്. ഈ രാത്രി എണിച്ചിട്ട് ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങി. ബെഡ്റൂം കണ്ണ് ഇതായി പോണ് ഗൈസ്, മാളിപ്പോണ്. നമുക്കിനി ഉറങ്ങാം. അപ്പം ഗൈസ്, നമ്മുടെ ഡ്രസ്സ് എന്താണെങ്കിലും മാറ്റിയിട്ടുണ്ട്. പിന്നെ കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. നല്ല ഉറക്കം കഴിഞ്ഞിരിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്നലെ ബുഗാട്ടി വാങ്ങിച്ചതല്ല. ഇനി ഒരു റൗണ്ട് ഒന്ന് ബുഗാട്ടിക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം. അതായിരിക്കും നല്ലത്. ആൾക്കാരുടെ അടുത്തൊന്ന് ഷോ ഒക്കെ കാണിക്കാമല്ലോ. എൻ്റെ ബുഗാട്ടി എവിടെ? എൻ്റെ ബുഗാട്ടി! പോലീസ്! പോലീസ് വരൂ! ഓക്കെ, പിറ്റേ ദിവസം രാവിലെ ഉണ്ട്. എന്താ ന്യൂസ് എന്തോ നോക്കട്ടെ നമുക്ക്. ഗൈസ്, നമുക്ക് ആ TV ഒന്ന് വെച്ച് നോക്കട്ടെ. ഇനി എങ്ങാനും അയാൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. 24 ന്യൂസിലേക്ക് സ്വാഗതം. ഇതാ ബാബു, പ്രശസ്ത നടൻ ബാബുവിൻ്റെ വീട്ടിൽ ഇന്നലെ വാങ്ങിച്ച ബുഗാട്ടി കാണാണ്ടായി എന്ന വാർത്ത ബാബു പോലീസിനെ അറിയിച്ചു. പോലീസ് വീടിന് മുൻപിലുണ്ട്. നമുക്ക് ബാബുവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ബാബു, എങ്ങനെയാണ് നിങ്ങളുടെ വണ്ടി കാണാണ്ടായത്? അത് പിന്നെ ഞാൻ ഇന്നലെ ന്യൂ ഇയർ പാർട്ടിക്ക് പോയപ്പോൾ ഇവിടെ ഇതുണ്ടായിരുന്നു, മറ്റേ എന്താണ് അതിനെ പറയുന്നത്, ക്യാമറ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാലും ഞാൻ പട്ടിയെ കൊല്ലിക്കും. നിങ്ങൾ പറയണൊക്കെ കേട്ടില്ലേ? ഞാനും അയാൾ പോലീസിനെ വെച്ചിട്ട് ഇനി പോലീസ് അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്നാലാ? ഓനോ ഗൈസ്, നമ്മൾ പെട്ട്.